ആ വീഡിയോ കട്ടായി പോയിട്ടാണ്. ഇന്നിപ്പോൾ 2 വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അപ്പോൾ ഒന്ന് ഗ്രാമീണ റോഡ് പോലെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ള റോഡാണ് അന്ന് ഉണ്ടായിരുന്നത്. അവിടെ ആ ഒരു കയറ്റത്ത് ബസ് നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിലവിളിക്കായിരുന്നു, അത്ര പേടിയായിരുന്നു. അപ്പോൾ ഇന്നൊക്കെ തന്നെ ഗ്രാമീണ റോഡൊക്കെ നല്ല സൂപ്പർ റോഡായിരുന്നു. ഇപ്പം ഞങ്ങൾ ആ പരിസരത്ത് നമ്മൾ എവിടെ ചെന്നാലും ടാറിട്ടിട്ടും കോൺക്രീറ്റ് ഇട്ടിട്ടും ഒക്കെ ആയിട്ട് നല്ല വഴികളായിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ വികസനമല്ലേ. പിന്നെ ഇപ്പം പറഞ്ഞ മെയിൻ റോഡിൻ്റെ കാര്യം, മെയിൻ റോഡിലൊന്നും ഇപ്പോൾ ഒരു പിന്നെ മെറ്റൽ കഷ്ണം പോലും കാണുന്നില്ല എവിടെയും. ഇന്നൊക്കെ തന്നെ യാത്ര ചെയ്യാൻ എന്താ സുഖം ആൾക്കാർക്ക്. പിന്നെ അന്നെന്നുണ്ടെങ്കിൽ പാട്ട ബസ്സുകളും എന്താ പറയുക, പൊളിച്ച് വിൽക്കാനായൊക്കെ അങ്ങനെയുള്ള മണ്ട ബസ്സുകളും ഈ ഗട്ടറിട്ട റോഡും അതിലൊക്കെ യാത്ര ചെയ്തിട്ട് ജീവിച്ച് വന്ന ആൾക്കാരെ സമ്മതിക്കണം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, എന്ത് നല്ല റോഡ്, എന്താ നല്ല ബസ്സുകൾ ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ കുടിവെള്ളം ഇല്ലാണ്ട് എത്രയോ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ കുടിക്കണ വെള്ളമില്ലാതെ കുടിക്കാനും പെരുമാറാനൊന്നും വെള്ളമില്ല. അതൊരു കിലോമീറ്ററൊക്കെ ദൂരത്ത് പോയിട്ട് തലയിലേറ്റി കൊണ്ടുവന്നിട്ടൊക്കെ കുടിച്ചിരുന്ന വീട്ടാവശ്യങ്ങൾ നടത്തിയിരുന്ന ആൾക്കാരുണ്ട്. ഞങ്ങളൊക്കെ അതിൽപ്പെട്ട ആൾക്കാരാണ്. അയൽവക്കത്ത് വെള്ളം ഒരു കാലം കഴിഞ്ഞാൽ അയൽവക്കത്ത് വെള്ളം ഉണ്ടെങ്കിൽ ഒരു കുടം കുടിക്കാൻ 8 മണി കഴിഞ്ഞാൽ തെക്കോട്ട് ഉണ്ടാകാൻ പാടില്ല, 6 മണി കഴിഞ്ഞാൽ വടക്കോട്ട് ഉണ്ടാകാൻ പാടില്ല. പിന്നെ എന്താ പറയുക, എൻ്റെ ഇക്ക നിൽക്കണേൻ്റെ മുന്നേ കൊണ്ടുപോകാൻ പാടില്ല, ഇക്ക എടുക്കണേൻ്റെ മുന്നേ കൊണ്ടുപോകാൻ പാടില്ല, എൻ്റെ ചേട്ടൻ ജോലിക്ക് പോണതിൻ്റെ മുന്നേ കുടമായിട്ട് വരാൻ പാടില്ല. അങ്ങനൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വെള്ളമുള്ളവർ അടുത്തുള്ളവർ വെള്ളം തരാതെ നമ്മൾ എത്രയോ ദൂരത്ത് പോയിട്ട് ഞങ്ങളൊക്കെ വെള്ളം കൊടുത്തിട്ട്, എല്ലാം ഞങ്ങൾ മാത്രമൊന്നുമല്ല കേട്ടോ, എല്ലാ ആൾക്കാരും ദൂരത്ത് പോയിട്ട് വെള്ളം കൊണ്ടുവന്നിട്ട് പിന്നെ ജീവിച്ച ആൾക്കാരാണ്. പിന്നെ അതേപോലെ തന്നെ പിന്നെ അവിടുന്ന് കുറച്ച് കാലം കണ്ട് കഴിഞ്ഞപ്പോൾ ആൾക്കാർ കാശ് കൊടുത്ത് വാങ്ങിയിട്ട് വെള്ളം 400 റുപ്യ 450 റുപ്യ കൊടുത്തിട്ട് 1500 ലിറ്റർ വെള്ളം വണ്ടിക്ക് അടിച്ചിട്ട് ജീവിച്ചിരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഇന്ന് എന്താ അവസ്ഥ? ഇന്ന് നമ്മുടെ മുറ്റത്ത് വെള്ളം വരികയാണ്. എന്നപ്പോൾ മാസം 200 രൂപ കൊടുത്താൽ എന്താ നഷ്ടം? ഒരു വണ്ടി വെള്ളം മേടിക്കുമ്പോൾ 400 രൂപ കൊടുക്കണം. എത്ര ദിവസത്തിനുണ്ടാവും 1500 ലിറ്റർ വെള്ളം മേടിച്ചാൽ? അംഗങ്ങൾ കൂടുതലുള്ള വീടാണെങ്കിൽ 2 ദിവസത്തിന് പോലും ഉണ്ടാക്കിയില്ല. ആ സമയത്ത് നമുക്ക് 200 രൂപ കൊടുത്താൽ നമുക്ക് മാസം 10-15,000 ലിറ്റർ വെള്ളം കിട്ടും. ഒരു ദിവസം 500 ലിറ്റർ വെള്ളം കിട്ടിയാൽ തന്നെ കുറച്ചൊക്കെ കാര്യങ്ങൾ നടക്കും അല്ലേ. അപ്പോൾ അങ്ങനെ 2 കണക്ഷനുള്ള ആൾക്കാരുണ്ട്. കുടിക്കണ വെള്ളം വേറെ ഉണ്ട്, അങ്ങനെയുള്ള കണക്ഷനുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഈ മറ്റുള്ള ആവശ്യങ്ങൾക്കുള്ള വെള്ളം വേറെയും പൈപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ അതെന്താ ഒരു വികസനമല്ലേ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ചെയ്തു തരുന്നത്. പിന്നെന്താ, നമ്മൾ ആശുപത്രികളായാലും പഞ്ചായത്ത് കെട്ടിടങ്ങളായാലും പിന്നെ റോഡിൻ്റെ കാനകെട്ടലും അങ്ങനെയുള്ള ഞാനിപ്പോൾ പുറത്ത് നോക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തതായിട്ട് കാണുന്നുണ്ട് എല്ലായിടത്തും. പിന്നെ വെച്ചാൽ ഇപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇതിനെപ്പറ്റി പറയാമെന്ന് വിചാരിച്ച കാര്യം എന്താ വെച്ചാൽ, ഒരു പോസ്റ്റ് അങ്ങോട്ട് കണ്ട് 500 ചില്ലറ രൂപ കൊടുത്ത പെർമിഷൻ, വീടിനുള്ള പെർമിഷൻ കിട്ടിയിരുന്നു. ആ സ്ഥാനത്ത് നിന്ന് 12,000-16,000 രൂപയാണ് കൊടുക്കണം, എന്നാലാണ് പെർമിഷൻ കിട്ടുള്ളൂ. പെർമിഷൻ ഫീസ്, വീടിൻ്റെ പെർമിഷൻ കേട്ടോ. അപ്പോൾ ഞാൻ പറയണത്, അങ്ങനെയൊക്കെ ജനങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടല്ലേ ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ മന്ത്രിമാരും MLA-മാരും ഇവരൊന്നും അവരെ വീട്ടിൽ നിന്ന് എടുത്തു കൊടുത്തിട്ടൊന്നും നമുക്ക് ചെയ്തു തരില്ലല്ലോ. അതാരെങ്കിലും ചെയ്തു തരുമോ? ഇല്ലല്ലോ. അവർ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് തന്നെ നികുതിയായിട്ടും ഇങ്ങനെ പെർമിഷൻ ഫീസായിട്ടും മറ്റുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള പൈസ ഒക്കെ നമ്മളിൽ നിന്ന് വാങ്ങിയിട്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. പിന്നെ എല്ലാവർക്കും തീരെ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നുണ്ട്, ചെയ്യുന്നത്. ഇപ്പം എത്രയോ ആൾക്കാർക്ക് കൂടെ ഇപ്പോൾ വീട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ 2-3 ആൾക്കാർക്ക് വീട് കിട്ടിയിട്ട് പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വീടെന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് ഇരിക്കണവർക്ക് ഇപ്പോൾ 2 റൂമും ഒരു
ഒരു കിച്ചനുമായിട്ടൊരു വീട് കിട്ടിയാൽ അവർക്കത് വലിയൊരു ആശ്വാസം തന്നെയാണ്, ഹയർ തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യം തന്നെയാണ്. ഈ വാടകയ്ക്ക് ഇരുന്നിട്ട് ഇടങ്ങാറായി ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആൾക്കാർക്ക് വലിയ കൊട്ടാരം കിട്ടണമെന്നൊന്നും ഉണ്ടാവില്ല അവർക്ക്. അപ്പോൾ ചിലവർ പറയും അപ്പോൾ അതല്ലേ കിട്ടിയത്, എന്താ 400 സ്ക്വയർ ഫീറ്റ്, അത്ര 410 അങ്ങനെയൊക്കെ ഉണ്ടോ തോന്നുന്നുണ്ട്. പിന്നെ 2 റൂം, ഒരു ഹാള്, ഒരു കിച്ചൺ, ഒരു ബാത്റൂം, അത്രേ ഉള്ളൂ. അപ്പോൾ അത് മറ്റുള്ളവർ പറയുമ്പോൾ നിസ്സാര ഒരു 2 റൂം ഇത്ര 10 അംഗങ്ങളുള്ള ആൾക്കാർ, അല്ല 8 അംഗങ്ങളുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ആ വീട് ഇട്ടിട്ട് എന്തിനാന്ന് ചോദിക്കും. അപ്പോൾ അവർ വാടകയ്ക്കിരുന്ന് മുഷിഞ്ഞ് അടങ്ങാറായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അത് കിട്ടിയാൽ അവർക്കതൊരു ഭാഗ്യം തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യമാണ്. അപ്പം നമ്മളിപ്പോൾ അതിനെ കുറ്റം പറയാന്നിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെയൊക്കെ കൊടുക്കണം. 4 ലക്ഷം രൂപയാണ് കൊടുക്കണത് ഒരു വീടിന്. അപ്പം അതൊക്കെ ഇങ്ങനെ തന്നെയല്ലേ, പെർമിഷൻ്റെ ഫീസ് കൂട്ടിയിട്ടും പിന്നെ ആഡംബര നികുതി വാങ്ങിയിട്ടും ഒക്കെ തന്നെയല്ലേ അവർ കൊടുക്കണത്. അപ്പോൾ എല്ലാവരെയും ഉള്ളവരിൽ നിന്ന് വാങ്ങിയിട്ടില്ലാത്തവർക്ക് കൊടുക്കുക. അതിനും മുൻകൈ എടുത്ത് ഇറങ്ങാനൊരാൾ വേണ്ടേ, എന്നാലല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ വികസനം ഉണ്ടായില്ല. പിന്നെ കടലാക്രമണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. കടലാക്രമണം വന്നിട്ട് വീടുകൾ പോയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കടലിൻ്റെ പക്കത്ത് പോയിട്ട് വീട് കയറ്റിയ കടലാണ് കുറേ കടൽക്ഷോഭം ഉണ്ടാവും, വെള്ളം വരും എന്നൊക്കെ എല്ലാവർക്കും അറിയില്ലേ. അതിൻ്റെ ചുവട്ടിൽ പോയിട്ട് വീട് വെച്ച് താമസിക്കും. ഇപ്പം ചാവക്കാട് കടപ്പുറം, ആ കടപ്പുറത്തേക്ക് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ പോയിരുന്നു. എൻ്റെ ഉപ്പാൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ നടന്നാണ് പോയിരുന്നത് കടൽ കാണാനായിട്ട്. അപ്പോൾ ആ ചാവക്കാട് പഴയ ബസ് സ്റ്റാൻഡ്, മണത്തല പള്ളിയും കഴിഞ്ഞാൽ അധികമൊന്നും നടക്കാനില്ല, കടപ്പുറമായി. ആ പള്ളി കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞാൽ നോക്കിയാൽ കടലിങ്ങനെ കാണാമായിരുന്നു അന്നൊക്കെ. ഇന്നെന്താ അവസ്ഥ? ഇന്ന് 80 ഉറുപ്പ്യ ഓട്ടോറിക്ഷ കൊടുത്ത് പോകണം കടപ്പുറത്തേക്ക്. അതായത് ചാവക്കാട്ടിൽ നിന്ന് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് 80 രൂപ കൊടുത്തിട്ട് വേണം കടപ്പുറത്തേക്ക് പോകണമെങ്കിൽ. അപ്പോൾ ഓട്ടോറിക്ഷ കിട്ടാം, ബസ്സിന് എന്താ 15 രൂപ ഉണ്ട്. അപ്പോൾ അത്രയും കടൽ അങ്ങോട്ട് പോയി. അപ്പോൾ ആ സ്ഥലത്തൊക്കെ കടൽ പോയപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ആ സ്ഥലത്തൊക്കെ ആൾക്കാർ വീട് വെച്ചിട്ട് അങ്ങോട്ട് എത്തി കട. അപ്പോൾ കടൽ പഴയ കാലം ഇപ്പോൾ റോഡിലൊക്കെ പിന്നെ സർക്കാർ ഭൂമി അളന്നിട്ട് വരുന്നില്ല. അപ്പോൾ കുറേ ആൾക്കാർ സർക്കാർ ഭൂമിയിൽ വീട് വെച്ച ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ തല്ലുകൂടിയിട്ടൊക്കെ മതിലൊക്കെ പൊളിച്ചിട്ടിട്ട് വീട് പൊളിച്ചിട്ടും ഒക്കെ അവർ റോഡ് പണിതിട്ട് പോകണില്ല. അതേപോലെ തന്നെ ഇതും കടപ്പുറത്ത് പോയിട്ട് വീട് വെച്ചിട്ട് കടലാക്രമണം ഉണ്ടാകുമ്പോൾ നമ്മൾ നിലവിളിച്ചിട്ട് എന്താ കാര്യം? നമ്മൾ നോക്കണ്ടേ, നമ്മൾ വീട് വെക്കുമ്പോൾ നോക്കണ്ടേ. അപ്പോൾ അതൊക്കെയാണ് ഇട്ട കാര്യങ്ങൾ. അപ്പോൾ അതേപോലെ തന്നെ പുഴയുടെ തീരത്ത് വീട് വെച്ചാലും ഒക്കെ പുഴ എപ്പോഴും ഒരേപോലെ ആവില്ല. മഴക്കാലം എന്ന് പറഞ്ഞത് മഴ ചിലപ്പോൾ അധികം പെയ്യും, ചിലപ്പോൾ കുറച്ച് പെയ്യും. അപ്പോൾ പുഴേനവിടെ പുഴയായിട്ടും കടലിനവിടെ കടലായിട്ട് ഇട്ടാലാണ് നമുക്കൊരു സുരക്ഷിതത്വം ഉണ്ടാവുള്ളൂ. നമ്മൾ പുഴയിൽ 5-6 കൊല്ലമായിട്ട് വെള്ളമൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ ഒരു 10 വർഷമായിട്ട് വെള്ളം വരുന്നില്ല. എന്നിട്ട് നമ്മളവിടെ വീട് വെച്ച് കഴിഞ്ഞ് പിന്നെ 11ാമത്തെ വർഷം ചിലപ്പോൾ വെള്ളം വന്നേക്കാം അല്ലേ. അപ്പോൾ നമ്മൾ വീട് പോവും. അങ്ങനെ തന്നെ ഇപ്പോൾ പ്രളയത്തിലൊക്കെ എത്ര വീടുകൾ പോയിട്ടുണ്ട്. പ്രളയങ്ങളൊക്കെ അങ്ങനെയൊക്കെ വെള്ളം വന്നിട്ടൊക്കെ എത്ര കാലമായി അവരൊക്കെ താമസിക്കൽ തുടങ്ങിയിട്ട് 10-15 വർഷമൊക്കെ ആയി ഉണ്ടാവും ആ വീട്ടിൽ താമസിക്കൽ തുടങ്ങിയിട്ട്. അതിൻ്റെ ഇടയിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അത് ഉണ്ടായില്ല എന്ന് വെച്ചിട്ട് പിന്നീട് ഉണ്ടായിക്കൂടാന്നില്ല. അതൊക്കെ പുഴയുടെ സ്ഥലങ്ങളാണ്. അപ്പോൾ അത് എന്തായാലും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഗവൺമെൻറ്റിന് ഇപ്പോൾ തടയാൻ പറ്റുമോ? മഴ പെയ്യണതും വെള്ളം വരുന്നതൊക്കെ ഡാമുകളൊക്കെ നിറഞ്ഞാൽ അവർ തുറന്നിടും. അവർക്ക് ഒരു ലിമിറ്റില്ലേ തുറക്കാൻ, അത് കഴിഞ്ഞ് അവർ തുറന്നിടും. അപ്പോൾ വെള്ളം വരും ചെയ്യും, താഴത്തോട്ട് വെള്ളം വരും ചെയ്യും. അപ്പോൾ അതിനൊന്നും ഇപ്പോൾ ആരെയൊന്നും പറയാൻ പറ്റില്ല. ഗവൺമെൻറ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ വികസനം ഇല്ലയെന്നൊന്നും പറയണ്ട, വികസനമൊക്കെ ഉണ്ട് നാട്ടിൽ. പിന്നെ അല്ലറ ചില്ലറ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അതൊക്കെ അവരവരുടെ ആ ഒരു ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് വന്നു വിടണം. അതിന് ഗവൺമെൻറ്റിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഓക്കെ എന്നാലും കേട്ടോ. അപ്പോൾ 2 വീഡിയോ ആയിട്ട് വരിക കേട്ടോ. എൻ്റെ ഒരു വീഡിയോ എടുത്ത് ഫുള്ളാകുമ്പോഴത്തേനും കട്ടായി പോയി. അപ്പം ഞാൻ 2ാമത് എടുത്താട്ടോ. ഓക്കെ എന്നാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്.